ശ്രീ എ കെ ബാലൻ, ഈ കേസിനെ കുറിച്ച് ഞാൻ മുഴുവൻ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിയാ. എന്ത് സംശയവും തീർത്തു തരാം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു. മണ്ടന്മാരാണെങ്കിൽ ഈ കഥ വിശ്വസിക്കും. നീ എന്ന് പറയടാ. തട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് എന്നെ അവന്മാർ. നീ ചെന്ന് പറ പ്ലീസ്. നീ പറഞ്ഞ അവർ കേൾക്കും. നിങ്ങളെ ഏത് ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാലും ഇപ്പം എനിക്ക് പറയാൻ നല്ല ശക്തിയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ആ കേസ് പഠിച്ച ഒരാളാണ്. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസാ. ഇപ്പൊ വീണാ വിജയനെതിരായിട്ട് ആകെയുള്ളത് വാങ്ങിയ കാശിന് സർവീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസും ഒരു സ്ഥാപനത്തിലും ഇപ്പൊ ഇല്ല. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? കൊടുക്കട്ടെ. പിന്നെന്തിനാണ് വീണ അതിനെതിരെ ഹർജി കൊടുത്തത് കർണാടക ഹൈക്കോടതിയിൽ? പറയട്ടെ, പറഞ്ഞു കഴിയട്ടെ. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിനാ. പറഞ്ഞു കഴിയട്ടെ. ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. കമ്പനീസ് ആക്ട് 112 പ്രകാരം ഇത് SFIU അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? ശ്രീ ശ്രീജിത്ത്, ബാലൻ വക്കീൽ വാദിച്ച് വിജയിപ്പിക്കുമോ ഈ കേസ്? അയാള് വെറും വെകിളി വാസു. ഇനി ഞാൻ അല്ല, ബാലൻ വക്കീൽ ഈ കേസ് വാദിച്ച് ഉളവാക്കാതിരുന്നാൽ അത്രയും നല്ലത് എന്നാണ് CPM-കാരും ശ്രീമതി വീണ വിജയനും ഒക്കെ ഈ സമയം ചിന്തിക്കേണ്ടത്. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് തന്നെ തെറ്റാണ്. ഈ പറഞ്ഞിരിക്കുന്ന 110ഉം 112ഉം ഒന്നും അല്ല, അതൊക്കെ 210, 212 ഒക്കെയാണ് പ്രൊവിഷൻസ് ഒക്കെ തന്നെ. അതിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പുതിയതായിട്ട് തുടങ്ങിയതായിരിക്കും. തന്നെയുമല്ല, കോടതി ഇത് തള്ളി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി ഇത് തള്ളുകയാണെങ്കിൽ പിന്നെ എന്തിനാ 12-ാം തീയതിയിലേക്ക് വെക്കുന്നത്? എന്ത് കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്? കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല, എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അപ്പൊ ഇതൊക്കെ തന്നെ ഇതിനെപ്പറ്റി ഒന്നും വിവരമില്ലാത്ത ആൾക്കാരോട് പറയാമെന്നതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളുടെ മുന്നിലൊന്നും തന്നെ ഇതൊന്നും വിളിച്ച് പറയാൻ പാടില്ല എന്ന് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? ഇത് പറയാനുള്ള ശക്തിയുണ്ട് അദ്ദേഹത്തിന് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആ തീവ്രത അദ്ദേഹം അംഗീകരിച്ചതിൽ അദ്ദേഹത്തിനോട് ബഹുമാനവുമുണ്ട്. എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? ശ്രീ ബാലൻ ഇവിടെ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അദ്ദേഹം ഇവിടെ പറയുന്നത് ശ്രീമതി വീണയുടെ കമ്പനിയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല എന്നും അതിന് CMRL പരാതിയില്ല എന്നുമൊക്കെയാണ്. ഞാൻ ചോദിച്ചത് നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? അപ്പൊ ആ ഇടപാടിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് കമ്പനികൾ തമ്മിൽ സുതാര്യമല്ലാത്ത രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കാണ് പരാതി വേണ്ടത്? അത് ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ. ആ ആൾക്കാർക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് ഇത് വെറുതെ വിട്ട് കളയാം എന്ന് വെച്ചാൽ ഇനിയും ഇവർക്ക് ഇതേപോലെയുള്ള തട്ടിപ്പുകൾ നടത്താം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇടപാടുകൾ നടത്താം. ഇനിയും അവിടെ യാതൊരു വിധത്തിലുള്ള കോൺട്രാക്റ്റും ഇല്ലാതെ അല്ലെങ്കിൽ കോൺട്രാക്ട് വെച്ചിട്ട് സേവനങ്ങൾ നൽകാതെ പണം നൽകാം. അതല്ലല്ലോ ഇതിന്റെ ശരിയായ മാർഗം. കൊള്ളാലോ, നീ പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന് പറയുന്ന KSIDC ഒളിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ശ്രീ പണിക്കർ, 1,05,00,000 രൂപയ്ക്കാണ് ഈ 92-ലും 94-ലുമായി 13.4% ഓഹരികൾ KSIDC CMRL വാങ്ങിയത്. 1,05,00,000 രൂപ മുടക്കിയാണ്. ഈ കേസ് നടത്താൻ 2 സിറ്റിങ്ങിന് വേണ്ടി മാത്രം സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിന് 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞു. ഇനി കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? ഷോൺ കൊടുത്ത കേസിലെ ബാക്കി സിറ്റിങ്ങിന് കൂടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എത്ര കോടിയാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നിലവിൽ ഓഹരി വാങ്ങാൻ മുടക്കിയതിൻ്റെ പകുതി പണം സുപ്രീം കോടതിയിലെ വക്കീലിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ എന്റെ യോഗാമാവാ. ഇത്രയും ശക്തമായ തെളിവുകൾ കൈ കിട്ടിയിട്ട്, തെളിവുകൾ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തിട്ട് ആ നിയമസഭ നടക്കുമ്പോൾ പോലും എനിക്കൊരു പ്രതീക്ഷയുമില്ല പ്രതിപക്ഷം ഈ വിഷയം എടുത്ത് ഉന്നയിക്കുമെന്ന്. കാരണം ഇങ്ങനെ പേടിക്കലടാ, ആണുങ്ങളെ വില കളയാനായിട്ട്. ഇത് വളരെ ദുഃഖകരമാണ്. ഈ മൗനം നിന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. ഈ നിഷ്ക്രിയത്വം ബജറ്റ് പ്രസംഗം ജനങ്ങൾ കേട്ടത് വളരെ നന്നായി ഷോൺ ജോർജ്. അതുകൊണ്ടാണല്ലോ നമുക്ക് പ്ലാൻ എയും പ്ലാൻ ബിയും ഒക്കെ മനസ്സിലായത്. ആ പ്ലാൻ ബി ആണ് ഇന്നലെ ദില്ലിയിൽ കണ്ടത്. മനസ്സിലായി. ഉടായിപ്പല്ലേ മന്ത്രിമാർ, 80ഓളം MLA-മാർ, മറ്റ് MP-മാർ, അവരുടെ സ്റ്റാഫ്, ഗവൺമെന്റ്മാർ, ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കൂടെ ഇന്നലെ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വന്നതിന് എത്ര രൂപ ചിലവായിട്ടുണ്ടാവും? മറിയക്കുട്ടിയെ പോലെ പാവപ്പെട്ട എത്രയോ സാധാരണക്കാർക്ക്
പെൻഷൻ കൊടുക്കാൻ ഉതകുന്നതാണ് ആ പൈസ. ഇയാളെ മുടിപ്പിക്കാനായിട്ട് കുടിക്കാനല്ലേ ഒരു ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് മടിയിൽ കനവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ പേടിക്കുന്നത്? ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്